എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് എയിം സ്റ്റഡി സെന്ററിന്റെ ലേണിംഗ് ആപ്പായ ശ്രീ ലേണിംഗ് ആപ്പ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക. പല ആളുകൾക്കും അതിൽ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ ആദ്യം തന്നെ ഇവിടെ കൺട്രി സെലക്ട് ചെയ്യുക, അതായത് നമ്മളുടെ ഇന്ത്യ, അവിടെ +191 എന്നുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ വരും അല്ലേ. അതിനുശേഷം നമ്മളുടെ ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. സാധാരണ നമ്മൾ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ചെയ്യുക ആ സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഗോ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 6 ഡിജിറ്റ് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മൊബൈലിലേക്ക്, അതായത് OTP വരും. അപ്പോൾ ആ OTP നിങ്ങൾ ഇവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ഓപ്ഷൻ ചെയ്യാം. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക. ഇനി ഓൾറെഡി നമ്മൾ ഇവിടെ നിങ്ങൾ പെയ്ഡ് നിങ്ങളുടെ ആ ഒരു ക്യാഷ് നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലാതെ ഓപ്പൺ ചെയ്യുന്ന പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഏതാണ് നമ്പർ കൊടുക്കുന്നത് ആ നമ്പറിനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആ രജിസ്റ്റേർഡ് നമ്പർ അടിക്കുമ്പോൾ അവിടെ പാസ്വേഡ് ആണ് ചോദിക്കുക, അല്ലാതെ ഇങ്ങനെ ഒരു OTP സിസ്റ്റം അവിടെ വരില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് പാസ്വേഡ് തന്നെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ പാസ്വേഡ് അല്ല, ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ലോഗിൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് എന്തായിരിക്കും ചോദിക്കുക, കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ അതായത് ആ ഒരു 3 ലൈൻ നിങ്ങൾക്ക് മുകളിൽ കാണാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇവിടെ പേര് നിങ്ങളുടെ ഇത് വരും. ഇവിടെ ടീച്ചേഴ്സ് കോഴ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കോഴ്സിന്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ള PSCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ പിന്നീട് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ, ഡൗൺലോഡ്സ്, ലൈവ് ക്ലാസ്, കോഴ്സസ്, എക്സാംസ്, ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഈ ഒരു പേജിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് എവിടെയായിരിക്കും കാണാൻ പറ്റുക, അതായത് ഇവിടെ കോഴ്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അവിടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇവിടെ തന്നെ ഓൾ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് വരിക. അപ്പൊ അവിടെ ഓൾ കോഴ്സസിൽ ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ വരിക, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ ഈ ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരുപാട് ഫ്രീ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, LP UP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജി, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഫ്രീ ക്ലാസ് എന്നുള്ളതിൽ കേട്ടോ. അപ്പൊ എൻറോൾ ചെയ്യാത്ത ആളുകളാണെങ്കിൽ, ഞാൻ ഓൾറെഡി എൻറോൾ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതിലിപ്പോ ഏതൊക്കെ ക്ലാസ്സസ് ആണുള്ളത്, ഞാനിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് കേട്ടറ്റിന്റെ ആണുള്ളത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ക്ലാസ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് കാണിക്കുക. ഞാൻ ഓൾറെഡി എൻറോൾ ചെയ്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഫ്രീ കോഴ്സസിൽ ആ ഫ്രീ ക്ലാസ് എന്നുള്ളതിൽ നിങ്ങൾ എൻറോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതാണ് നമ്മളുടെ നിങ്ങൾക്ക് ഫ്രീ കോഴ്സിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോസ്, അതായത് കുറെ വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അത് ഫ്രീ ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ അവിടെ തന്നെ ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഫ്രീ ക്ലാസ്സിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ ഇനി നമ്മളുടെ ഇവിടെ അപ്പൊ നമ്മളുടെ ഫ്രീ കോഴ്സിന്റെ കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സ് എവിടെയായിരിക്കും കാണാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ മൈ കോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഞാൻ ഓൾറെഡി ഫ്രീ ക്ലാസ് എൻറോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ആ മൈ കോഴ്സസിൽ എന്തുകൂടെ കാണിക്കും, ആ ഫ്രീ ക്ലാസ്സിന്റെ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും.
ഇനി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത്, അതായത് മൈ കോഴ്സസിലാണ് ആ ഒരു പാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനി ഇവിടെ നിങ്ങൾ LP UP തൊടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ LP UP ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ LP UP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും? ഈ ഒരു മൈ കോഴ്സിനകത്ത് നിങ്ങളുടെ കോഴ്സിൽ LP UP അല്ലെങ്കിൽ കേട്ടിട്ട് കാറ്റഗറി 1 അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റഗറി 3 മാത്സ് അങ്ങനെ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഏതാണോ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ, അതായത് ഇവിടെ വീഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ PDF മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ആപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്ന നിങ്ങളുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെയായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക? ആപ്പിനകത്തായിരിക്കും തരുന്നുണ്ടാവുക കേട്ടോ. അതെല്ലാം ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിലിപ്പോൾ PDF മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവിടെ നോക്കുക ഏതൊക്കെയാണ്. സോഷ്യൽ സയൻസ് 5th വേണം, അതായത് എല്ലാത്തിൻ്റെയും PDF മെറ്റീരിയൽസ് നിങ്ങൾ ആ ക്ലാസ്സിൽ നമ്മൾ പറയുന്നതിൻ്റെ PDF മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും? നമ്മുടെ ഈ ആപ്പിനകത്ത് മൈ കോഴ്സിനകത്ത് തന്നെ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ മൈ കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ, അതായത് എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഏതൊക്കെയാണോ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ കേട്ടിട്ട് ക്ലാസ് കാറ്റഗറി 3 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകളും എനിക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾ വീണ്ടും ഓൾ കോഴ്സസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാറ്റഗറി 1 അല്ലെങ്കിൽ 2 എഴുതുന്ന ആളുകൾക്ക് ഇനി പുതിയ കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ എൻറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ മാത്തമാറ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ആ കോയിൻ കൊടുത്തിട്ട് നിങ്ങൾ എൻറോൾ ചെയ്യുക. ഇത് കണ്ടോ, എൻറോൾ നൗ അറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു നിങ്ങളുടെ ആ കോഴ്സ്, നിങ്ങൾക്ക് ഇനി ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതായത് മൈ കോഴ്സിനകത്ത് ഓൾ കോഴ്സസ്, അതായത് നമ്മളിവിടെ കോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ഓൾ കോഴ്സസ് ഉണ്ട്. ആ ഓൾ കോഴ്സസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? നമ്മളുടെ ആ ഫ്രീ ക്ലാസ്സുകൾ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചേരുന്നതെങ്കിൽ അവിടെ ആ ഫ്രീ ക്ലാസ് അതുപോലെ ബാക്കിയുള്ള കോഴ്സസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ആപ്പ് നമ്മളുടെ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഓൾറെഡി അത് അവരുടെ മൈ കോഴ്സസിനകത്ത് ആ ഒരു നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് അവൈലബിൾ ആയിരിക്കും. അല്ലാത്ത ആളുകൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ നമ്മുടെ മൈ കോഴ്സിനകത്താണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഉണ്ടാവുക. അപ്പൊ അതിലത്തെ ആ വീഡിയോ ക്ലാസ് ആണെങ്കിലും PDF മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി ഇവിടെ നമ്മളുടെ തന്നെ ഇവിടെ ഹോം എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ എക്സാംസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ LP UP ആണെങ്കിൽ LP UP എന്നുള്ളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടറ്റ് ആണെങ്കിൽ കേട്ടറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ HSST അല്ലെങ്കിൽ HST സെറ്റ് ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ LP UP ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, LP UP ആണ് ഞാൻ എക്സാം എഴുതുന്നതെങ്കിൽ അതെന്ത് ചെയ്യുക? അതിൻ്റെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാൻ വേണ്ടി ഇപ്പോൾ രണ്ടാമത്തെ ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റ് അത് ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഓരോരുത്തരും ഇത് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ, അതായത് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഇവിടെ എക്സാം എഴുതാൻ പോവുകയാണ്. എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് വരുമ്പോൾ ഇപ്പൊ സ്റ്റാർട്ട് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് നൗ കൊടുക്കുക. ആ സ്റ്റാർട്ട് നൗ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എക്സാംസ് വരും. ഇവിടെ നമ്പേഴ്സ് ആയിട്ട്, അതായത് ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തു, ഇനി രണ്ടാമത്തത് അല്ലെങ്കിൽ മൂന്നാമത്തതാണ് എടുക്കുന്നത്, 6th, അതായത് ഞാൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ആ 10 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് എത്ര പേര് ആ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ അതിൽ എത്രാമത്തെ റാങ്ക് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര എണ്ണം സ്കിപ്പ് ചെയ്തു, എത്ര എണ്ണം കറക്റ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ കറക്റ്റ് ആൻസേഴ്സ് കൂടെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എത്ര എണ്ണമാണ് അറ്റൻഡ് ചെയ്തത്, അതിൽ ആ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ കറക്റ്റ് ആൻസേഴ്സ് കൂടെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എവിടെ ഉണ്ടാവുക? നമ്മളുടെ എക്സാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എവിടെ ഉണ്ടാവും?
ഹോം പേജിൽ എക്സാംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ തൊട്ട് കഴിയുമ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇവിടെ ഏതാണ് എന്നുള്ളത് നോക്കുക, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതിനനുസരിച്ചിട്ട് ഏത് എക്സാം ആണോ എഴുതാൻ പോകുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ആ ക്വസ്റ്റ്യൻസുകൾ വരും. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഉണ്ടാവും, നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നമ്മളുടെ ആപ്പിനകത്ത് അറ്റൻഡ് ചെയ്യുക. ഇനി ഇത് മാത്രമല്ലാതെ നമുക്കൊരു ലേണിംഗ് സെഷനും കൂടെ നമ്മളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. 1,00,000-ൽ പരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള അതായത് എല്ലാ മേഖലകളെയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒക്കെയുള്ള ഒരു സെഷൻ നമ്മളുടെ ലേൺ എന്ന് പറയുന്ന ഒരു സെഷനിൽ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസർ ഇപ്പോൾ എക്സാം ആയിട്ടാണ് ഞാൻ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും കറക്റ്റ് ആൻസർ ഏതാണ്, റോങ് ആൻസർ ഏതാണ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ ഉള്ളത് കേട്ടോ. ഇനി ഇതിൽ തന്നെ നമുക്ക് അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ ഭൂമിശാസ്ത്രം, ആദ്യം, അതുപോലെ ചരിത്രം, നവോദയം, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ നിങ്ങൾ ഇതിന്റെ തന്നെ ഇംഗ്ലീഷ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന്റെ ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ നോളേജിൽ തന്നെയുള്ള അവിടെയും ഇതുപോലെ തന്നെ സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ എല്ലാ മേഖലകളുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എവിടെ അവൈലബിൾ ആണ്, ലേൺ എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ തന്നെ നമുക്ക് ഈ എക്സാം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിലെ എക്സാംസും എഴുതാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഇവിടെ ഒരു ചിഹ്നം ഉണ്ട് അല്ലെ, ആ പ്ലസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്പേഴ്സ്, അതായത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ 50 എണ്ണം വേണമെങ്കിൽ 50, അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 എണ്ണം വേണമെങ്കിൽ 100 സെലക്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ലാംഗ്വേജ് ഏതാണ് വേണ്ടത്, ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ അതോ ബോത്ത് രണ്ടും വേണോ, അപ്പം നിങ്ങളിപ്പോൾ മലയാളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മലയാളം വരും. ഇനി നിങ്ങളുടെ സെലക്ട് കാറ്റഗറി, ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം അത് സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫോം ആയിരിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സാം ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അത് എന്ത് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ്, അപ്പോൾ സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ എക്സാം സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വരും, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങളുടെ ടൈം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യണതിനനുസരിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, സബ്മിറ്റ് ബട്ടൺ ക്ലിയർ, സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പൊ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര ടൈം ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് എങ്ങനെയാണ് നമ്മൾ എക്സാംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അല്ലാതെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുകളും നമുക്ക് അവൈലബിൾ ആണ്, എല്ലാ ടോപ്പിക്സും ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എക്സാം ജനറേറ്റ് ചെയ്യാം എന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് എക്സാം ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് എക്സാംസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ദെൻ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക, ദെൻ അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, സെലക്ട് കാറ്റഗറി, ഇപ്പൊ മെന്റൽ എബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ മെന്റൽ എബിലിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് എക്സാം കൊടുക്കുക. അപ്പൊ ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു പേജ് അവിടെ വരും. അതിൽ സ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോൾ ഈ സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ എക്സാം അവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ടൈം കാണിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണതിനനുസരിച്ചിട്ട് ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് നോർമൽ എക്സാം എഴുതുന്നത് പോലെ തന്നെ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ എത്ര ടൈം ആണ് എന്നുള്ളത് കൂടെ അവിടെ എഴുതി കാണിക്കും. ദെൻ ഫൈനൽ നിങ്ങളുടെ ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്ത്, എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാർക്സ് എത്രയാണ്, നിങ്ങളുടെ ടൈം കൺസ്യൂംഡ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ
ലേൺ എന്ന് പറയും. ഇപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നമ്മൾ പൊതുവിജ്ഞാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്, നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ അവിടെ കാണിച്ചു തരും. അപ്പം നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ട്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേണമെങ്കിൽ ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഉണ്ട് കേട്ടോ. ജനറൽ നോളേജ് അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളത് വരും. ഇനി ഇങ്ങനെയുള്ളതാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ഉത്തരം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അവിടെ വരുന്നതായിരിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് വായിച്ചു, ഇതിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരും. ദെൻ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അത് തന്നെയാണോ എന്നുള്ളത് ക്ലിയർ ആയാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ, അതായത് അതിന്റെ ഉത്തരമൊക്കെ നമ്മൾക്ക് എവിടെ വരും? ആ ഒരു ഭാഗത്ത് വരും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന് ലേൺ സെഷൻ, അത് നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് സ്വയം എക്സാംസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. 1,00,000-ൽ പരം ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ OMR എക്സാം, OMR ബുക്ക്ലെറ്റ് നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാംസ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അവിടെ എക്സാംസ് എഴുതാം. ദെൻ ഇവിടെ പറയുന്നത് കോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഉണ്ടാവുക. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ കോഴ്സുകൾ നിങ്ങൾക്ക് ഓൾ കോഴ്സസിൽ അവൈലബിൾ ആയിരിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ട്. ദെൻ മൈ കോഴ്സസിലായിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സിനകത്ത് മൈ കോഴ്സിനകത്തായിരിക്കും ഇതൊക്കെ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ പിന്നെ അവിടെ എന്താ പറഞ്ഞ എക്സാംസിന്റെ കാര്യം, നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ എവിടെയാണ് അവൈലബിൾ ആയിരിക്കുക. അതിൽ എക്സാംസ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ നിങ്ങളുടെ LP UP ആണോ KTET ആണോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അതിന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ലോഗിൻ ചെയ്യേണ്ട കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ലേൺ സെഷനിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്. കോഴ്സസിൽ മൈ കോഴ്സസിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് അവിടെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുപോലെ എക്സാംസിലാണ് മോക്ക് ടെസ്റ്റുകളൊക്കെ അവിടെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പുതിയതായിട്ടാണ് നിങ്ങൾ, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ത്രൂ തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലാത്ത ആളുകളാണെങ്കിൽ, നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? രജിസ്റ്റർ ചെയ്തു തരും. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പൈസ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് തരും. അല്ലാത്ത ആളുകൾക്ക് അവിടെ ആ ഒരു OTP ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾക്കത് ആപ്പ് ഓപ്പൺ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ. താങ്ക്